وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل أوتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون صدق الله العظيم. പരിശുദ്ധ ഖുർആൻ സ്വാർത്ഥ താല്പര്യം കൊണ്ടും അഹന്ത കൊണ്ടും വിരോധം കൊണ്ടും ശത്രുത കൊണ്ടും അത് കൃത്യമായി അള്ളാഹുവിൽ നിന്ന് മനസ്സിലായിട്ടും അത് വെല്ലുവിളിച്ച് മാറ്റിവെച്ച് പരിഹസിക്കുന്ന ആളുകൾ കത്തിക്കാളുന്ന നരകമാണ് അവർക്ക്. അത് ശ്രദ്ധിക്കണം. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് കല്ലുകളെയും മനുഷ്യന്റെ തലകളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഉടനെ അള്ളാഹു താല ഒരു സന്തോഷവീരം അറിയിക്കാൻ പറയാൻ. ഇത് ഖുർആനിന്റെ ഒരു ശൈലിയാണ്. ഹൃദയം പൊട്ടുന്ന ദുഃഖത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞാൽ ഉടനെ ഹൃദയത്തിന് കുളിരേകുന്ന സന്തോഷത്തിന്റെ സുവിശേഷം പറയുക എന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ കുറച്ച് ബേജാറുള്ള കാര്യമാണ്. കുറച്ച് ബേജാറുള്ള കാര്യമല്ലോ. ഇന്നലെ നമ്മള് പറഞ്ഞില്ലേ എന്താണ് ഈ കല്ലും കൂടി കൂട്ടി കത്തിക്കാനുള്ള കാരണം എന്നൊക്കെ ഇന്നലെ പറഞ്ഞല്ലോ. ഭയങ്കര ബേജാറുള്ള കാര്യമാണ്. ഇനിയും ബേജാറുള്ള കാര്യം പറയില്ല അള്ളാഹു താല. അള്ളാന്റെ സ്വഭാവം ഇനിയാണ്ട് ബേജാറാക്കിയില്ല. അതുകൊണ്ട് നിർത്തിയ ഉടനെ സന്തോഷത്തിന്റെ വിവരാണ്ട് അറിയിച്ചു. ബശ്ശിരില്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. ഈമാനും സ്വാലിഹായ അമലുകളുള്ള ആളുകളെ നിങ്ങൾ സന്തോഷിപ്പിച്ചോളി. എന്ത് പറഞ്ഞിട്ട്? അന്നലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹിൽ അൻഹാർ. അടിവാരങ്ങളിലൂടെ കളകളാരവം മുഴക്കി ഒഴുകുന്ന അരുവികളാൽ സമൃദ്ധമായ ഉദ്യാനങ്ങൾ അവർക്കുണ്ടെന്ന് പറഞ്ഞ് സന്തോഷിച്ചോളൂ. തോട്ടങ്ങൾ. സ്വർഗം വിശാലല്ലോ. നരകത്തെ കുറിച്ച് പറയുന്നതൊക്കെ ആഴത്തിൽ 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 നിന്നാണ്. സ്വർഗത്തെ കുറിച്ച് പറയുന്നത് നീളത്തിൽ 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 നിന്നാണ്. റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ഉളരി വരിക. വജന്നത്തിൻ, അവന്റെ സ്വർഗത്തിലേക്കും. അർളുഹ, ആ സ്വർഗത്തിന്റെ അർള് എന്ന് സാധാരണ അറബി പറഞ്ഞ വീതി എന്നാണ് അർത്ഥം. സാധാരണഗതിയിൽ ഒരു സാധനത്തിന്റെ വീതി ആരും അളക്കാറില്ല, നീളാണ് അളക്കാറുള്ളത്. പക്ഷെ ഇതിന് ഉദ്ദേശം നീളെന്നാണെങ്കിലും പറഞ്ഞത് വീതിയിൽ എന്നാണ്. അല്ല പറഞ്ഞത് അർള് എന്നാണ്. തഫ്സീറിൽ അതിന് തൂല് എന്നുള്ള അർത്ഥം കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണത് നീളം എന്ന് പറയാതെ വീതി എന്ന് പറയാൻ കാരണം? വീതി ആരും അളക്കാറില്ല. ഒരു സാധനത്തിന്റെ വീതി ഉണ്ട് ആരെങ്കിലും അളക്കാറുള്ളത്? കുട്ടി പെണ്ണിനെ പോയി കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് ഉമ്മാനോട് അവള് വീതി കുറവാന്ന് പറയില്ലല്ലോ, നീളം കൂടുതലാണെന്നല്ല പറയുന്നത്. വീതി കുറവാണ്, വീതി കൂടുതലാണ് എന്ന് ആരും പറയാറില്ല. നീളം കുറവാണ്, നീളം കൂടുതലാണെന്ന് പറയാറില്ല. അളവ് നീളാണുള്ളത്, വീതി ആരും അളക്കാറില്ല. പക്ഷെ അല്ല പറഞ്ഞത് സ്വർഗത്തിന്റെ നീളം എന്നല്ല, സ്വർഗത്തിന്റെ വീതി. ഏഴ് ആകാശങ്ങളും 7 ഭൂമിയും പരത്തി നീട്ടിയിട്ടാൽ എത്രയാണോ അതിന്റെ ദൈർഘ്യം, അതിനേക്കാൾ സ്വർഗത്തിന് വീതിയുണ്ട് എന്നാണ്. വീതി തന്നെ എങ്ങനെയാണെങ്കിൽ പിന്നെ നീളം പറഞ്ഞാലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് നീളം പറഞ്ഞിട്ട് തന്നെ ഇല്ല ആ സ്വർഗം. അതിൽ കുറെ തോട്ടങ്ങളുണ്ട്, പല ഐറ്റം തോട്ടങ്ങളുണ്ട്. എലന്തമരത്തോട്ടമുണ്ട്, മുന്തിരിത്തോട്ടമുണ്ട്, ഈത്തപ്പഴത്തോട്ടമുണ്ട്, വാഴപ്പഴത്തോട്ടമുണ്ട്, ആപ്പിൾ തോട്ടമുണ്ട്. എല്ലാ ഐറ്റം തോട്ടങ്ങളാണ്. ഒക്കെ ഇടതൂർന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതാണ് ഈ പറയുന്നത്. വബശ്ശിരില്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി. ഈമാന് മാത്രം പോരാ, വഅമിലുസ് സ്വാലിഹാത്ത് അതിലേക്ക് തുടർത്തി പറഞ്ഞു. അപ്പൊ ഈമാൻ കൊണ്ട് മാത്രം സ്വർഗത്ത് പോകില്ല എന്ന് മനസ്സിലായി. സ്വാലിഹത്തായ അഅമാലുമാണ്, നല്ല നല്ല കർമ്മങ്ങളുമാണ്. കാരണം ഈമാൻ എന്നുള്ളൊരു മരം പോലെയാണ്. ഒരു മരം മനുഷ്യന് നിലനിർത്തൽ അതിൽ പഴം കായ്ക്കുമ്പോഴാണ്. നേരെ മറിച്ച് അധ്വാനിച്ച് ഒരു മരം ഉണ്ടാക്കി വെള്ളം കൊടുത്ത് വളം കൊടുത്ത് വളർത്തി
അതിൽ നിന്ന് ചക്ക ഉണ്ടാവേണ്ട സമയത്ത്, ആപ്പിൾ ഉണ്ടാവേണ്ട സമയത്ത്, മുന്തിരി ഉണ്ടാവേണ്ട സമയത്ത്, ഈത്തപ്പഴം വരേണ്ട സമയത്ത് ഇതൊന്നും ഇല്ലെങ്കിലോ ആ മരത്തിന്റെ ഉടമക്ക് അതിനെ വെട്ടിമുറിച്ചിട്ട് കഷ്ണാക്കിയിട്ട് വെണ്ണീർക്ക് അടുപ്പ് കെട്ടിട്ട് വെണ്ണീറാക്കാൻ അധികാരമില്ലേ? എന്നപോലെ മനുഷ്യൻ അള്ളാഹുത്താല സൃഷ്ടിച്ച് തീറ്റിപ്പൊറ്റി വളർത്തി പ്രായപൂർത്തിയാവേണ്ട ഒരു സമയം വന്നിട്ട് ഇബാദത്താകുന്ന മാങ്ങ, ഇബാദത്താകുന്ന ചക്ക, ഇബാദത്താകുന്ന ആപ്പിൾ അതിലുണ്ടായിട്ടില്ലെങ്കിൽ അള്ളാഹുത്താല പിടിച്ച് വലിച്ചെറിയുന്ന അടുപ്പിന്റെ പേരാണ് നരകം. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എന്നാൽ അന്നലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അടിവാരങ്ങളിലൂടെ കളകളാരവും മുഴക്കിയൊഴുകുന്ന അരുവികളുള്ള നല്ല നല്ല തോട്ടങ്ങളും നല്ല നല്ല ഉദ്യാനങ്ങളും അവർക്കുണ്ട് എന്ന് സുവിശേഷം അറിയിക്കോ നബിയേ. എന്നിട്ട് പറയാണ് അതിലവർക്ക് നല്ല നല്ല പഴങ്ങൾ കിട്ടും. എന്താ വേണ്ടത് അത് കിട്ടും. അങ്ങനെ കിട്ടുമ്പോ കുല്ലമാ റോസിക്കോ മിൻഹാ മിൻ സമറ, അവർക്ക് നല്ല പഴം കിട്ടുമ്പോ കാലു അവർ പറയും ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബൽ, ഇത് നേരത്തെ കിട്ടിയുന്ന സാധനല്ലേ എന്ന് പറഞ്ഞാൽ ദുന്യാവിലെ മാങ്ങ, ദുന്യാവിലെ ആപ്പിള്, ദുന്യാവിലെ മുന്തിരി, ദുന്യാവിലെ ഓരോ പഴങ്ങൾ ആകൃതിയിലും കളറിലും അങ്ങനെ തന്നെ അവിടെ കിട്ടുക. അപ്പൊ നമ്മളിതിങ്ങനെ മരിച്ചുപോയിട്ട് സ്വർഗത്ത് പോയതല്ലേ, അവിടെ നിന്ന് ഇങ്ങനെ മാങ്ങ, ഇത് നമ്മള് കുഞ്ഞാമാക്കാനെ പറയുന്ന ആ കടയിൽ നിന്നൊക്കെ കിട്ടിയുന്ന സാധനല്ലേ. കയ്യിലിങ്ങനെ കിട്ടുമ്പോ അത് പറയുമല്ലോ, ഇത് നമ്മള് സൈദവേജിന്റെ കടയിൽ നിന്ന് വാങ്ങി, നമ്മളെ അത്രാമാന്റെ കടയിൽ നിന്ന് വാങ്ങിയതാ. തിന്നങ്ങോട്ട് നോക്കുമ്പോ പിടുത്തം വിട്ടില്ലേ, കാഴ്ചയിലേതുള്ളൂ, രുചിയിലായില്ല എന്നാണ്. രുചി ആജഗജാന്തരുണ്ട്. രുചി അങ്ങോട്ട് രുചിച്ചപ്പോ പിടുത്തം വിട്ട രുചി. അപ്പൊ ഒരു സാധനപ്പത് നമുക്ക് കളറിലും രൂപത്തിലും മാത്രമേ നമ്മളെ മാർക്കറ്റിൽ നിന്ന് കിട്ടിയേറ്റവും ഓർക്കണുള്ളൂ. പക്ഷെ ഇത് രുചി പിടുത്തം വിട്ട രുചിയാണ് എന്ന് അവർ പറയും. അള്ളാഹു അത് തിന്നാൻ തോഫിക്കട്ടെ. ഇനി പറയണത് പെണ്ണുങ്ങളെ കുറിച്ചാണ്. അതുണ്ടാവും. ഇവിടെ വെറുതെ കളിയാക്കിയിട്ട് കാര്യമില്ല. ഒരു മനുഷ്യന്റെ ആഗ്രഹമാണ് നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ഭാര്യയായിട്ട് സാഹസിക്കുക. ഇതൊക്കെ മനുഷ്യന്റെ ആഗ്രഹമല്ലേ. ഇതൊക്കാണ്ട് കൊന്നു കളഞ്ഞിട്ട് മരത്തിൻ്റെ തൊട്ട് പോയിരുന്നിട്ട് കാര്യം ഉണ്ടാവും. ഇതൊക്കെ മനുഷ്യന് പറഞ്ഞല്ലേ. അത് പറയുമ്പോഴേക്ക് പറയാ ആ ഹൂറികളും കള്ളും എന്നൊക്കെ ഒരു കളിയാക്കുക. അവർക്കൊന്നും ആണത്തല്ലേ. മനുഷ്യനാകുമ്പോഴുള്ള ആഗ്രഹങ്ങളല്ലേ ഇതൊക്കെ. പെണ്ണുങ്ങളുണ്ടാവും, അതിനെന്താ? ദുന്യാവില് പെണ്ണുങ്ങളില്ലേ? പെണ്ണില്ലാതെ ജീവിക്കുന്നവരോ പെണ്ണുള്ളവര് ഏറ്റവും കൂടുതൽ. പെണ്ണില്ലാത്ത ഏതെങ്കിലും ഒരു സുകുമാറായിക്കോടിനെ ഒരു സ്വാമിനൊന്നും എടുത്ത് പറയരുത്, പാതിരിമാരൊന്നും. സാമൂഹിക ജീവിയായ മനുഷ്യന്റെ ജീവിത ഭദ്രത എങ്ങനെയാണ്? ഒരു ഇണയുമായിട്ടുള്ള ജീവിതമാണ്. ആർക്കും തിരിയാത്തത് കളിയാക്കിയിട്ട് കാര്യമുണ്ടോ? അപ്പൊ അവിടെ ഭാര്യയുണ്ട്, പക്ഷെ ഇവിടുത്തെ ഭാര്യ ആവൂല. നീ ഇവിടുത്തെ ഭാര്യമാരവിടെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടുത്തെ പോലെ ആവൂല. പ്രകൃതി തന്നെ മാറിയിട്ടുണ്ടാവും. അവർക്ക് മുത്തഹറത്തായ ഇണകളുണ്ട് എന്ന് പറഞ്ഞു. എന്താ മുത്തഹറത്ത് എന്ന് പറഞ്ഞാല്? ഇവിടെ ഏത് സുന്ദരിയായ ഭാര്യയാണെങ്കിലും നമുക്ക് വെറുപ്പുള്ള കുറെ അവളിലുണ്ടാവും. തിരിച്ചു അങ്ങനെ തന്നെയാണ്. ആർക്കപ്പോ കഫക്കെട്ടും ജലദോഷവും മൂത്രവും രോഗവും ഇതൊക്കെ ഇപ്പൊ ആർക്കപ്പോ വെറുപ്പില്ലാത്തത്? അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നേ ഇല്ല. അവിടെ മൂത്രപ്പുരയില്ല, ടോയ്ലറ്റും ഇല്ല, കുളിക്കേണ്ട ആവശ്യമില്ല, ചികിത്സിക്കേണ്ട ആവശ്യമില്ല, ആശുപത്രി ഇല്ല, ഡോക്ടർമാരില്ല, പോലീസുകാരില്ല, വേർപ്പില്ല, പനിയില്ല. അത് പക്ഷിപ്പനിയില്ല, പന്നിപ്പനിയില്ല, എലിപ്പനിയില്ല, ഡെങ്കിപ്പനിയില്ല, ചിക്കൻ ഗുനിയില്ല, കൊറോണ ഇല്ല, ഒമിക്രോ ഇല്ല, അറ്റാക്ക് ഇല്ല, ക്യാൻസർ ഇല്ല, ആക്സിഡന്റ് ഇല്ല, മാരണങ്ങളില്ല, മാറാവ്യാധികളില്ല, മാരക രോഗങ്ങളില്ല, മരണമില്ല. ഇപ്പൊ തന്നെ പോയാലോ? നോക്കാണ് നിങ്ങളൊരു ലോകത്ത് അള്ളാഹ് സെറ്റപ്പ് ചെയ്തിക്കണത്. ഇതാണ്ട് തലയിൽ കയറിയ ദുന്യാവ് ആരെങ്കിലും തിരിഞ്ഞു നോക്കോ? സുബ്ഹാനവഞ്ചല്ല. ഇതൊന്നുമില്ല. ഭാര്യമാരെയാണെങ്കിലോ കിണി സാധനങ്ങൾ. നമ്മളെ മലപ്പുറം ഭാഷ പറയുകയാണെങ്കിൽ കിടുക്കാച്ച് സാധനം എന്ന് പറയും. അതന്നെ മുത്തഹറ. മുത്തഹറ. മെൻസസ് ഉണ്ടാവില്ല. ഒന്നും ഉണ്ടാവില്ല. ഛർദി ഉണ്ടാവില്ല.
ഒരു യാത്ര കൊണ്ടുപോകുമ്പോ ചാക്ക് പിടിക്ക കയ്യില് വണ്ടിയിൽ, എന്തിനു ഛർദിക്ക? സുബ്ഹാനല്ലാഹ്. അത് ചാക്കില് ഛർദിക്കണ തർക്കണില്ല, നമ്മള് മേത്തക്കും കൂടിയാല് എങ്ങനെ ഉണ്ടാവാൻ കുട്ടിയൊക്കെ. പിന്നെ നമ്മൾ പറയില്ലേ, എന്നെ അടുത്ത് കൂടെ വരികയാണെങ്കിൽ തന്നെ ഒപ്പം ഇരിക്കണ്ടെന്ന് പറയില്ലേ? ഇതൊന്നും അവിടെ ഉണ്ടാവില്ല. കഫക്കെട്ട്, ജലദോഷം, സൗണ്ട് അടപ്പ്, യാതൊരു ഒരു പ്രശ്നം ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. പിന്നെ ഉണ്ടാവും ഇടയ്ക്കൊരു വേർപ്പുണ്ടാവും. അപ്പൊ എങ്ങനെയാണ് ഈ വേസ്റ്റ് പോവാന്നുള്ള ചർച്ച ഉണ്ട്. വേസ്റ്റ് അവിടെ ഇല്ല, പക്ഷെ ഇടയ്ക്കൊരു വേർപ്പുണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവും, ആണുങ്ങൾക്ക്. ആ വേർപ്പേ കസ്തൂരിന്റെ മണായിരിക്കുന്നു മുഹമ്മദ് മുസ്തഫ. മിസ്കിന്റെ മണം. അവിടെ ഹൂറിലിങ്ങളെ സൃഷ്ടിക്കപ്പെട്ട അതിന്റെ മെറ്റീരിയലിനെ കുറിച്ച് ഒരു ചർച്ച ഉണ്ട് കിതാബില്. എന്തുകൊണ്ടപ്പം മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട ശുക്ലത്തുന്നല്ലേ, അതിൽ മണ്ണും വെള്ളവും ഇതൊക്കെ അതിലുണ്ടാവും. ഹൂറിലിങ്ങൾ എന്തുകൊണ്ടാ സൃഷ്ടിക്കപ്പെട്ടതെന്ന് എന്താ അതിന് മറുപടി പറയുന്നവരോ? കസ്തൂരി, മുത്ത്, പവിഴം, രത്നങ്ങള് ഇതൊക്കെ മിക്സഡ് ആക്കിയിട്ട് അതുകൊണ്ടാണ് അവരെ ശരീരം തന്നെ ഉണ്ടാക്കിയത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നീ ദുനിയാവിലുള്ള ഭാര്യമാരോ ഉണ്ടാവും, ഇവിടുത്തെ ഒരു സ്വഭാവം ഉണ്ടാവില്ല. കുന്റ്, പോര്, പാര, ഭീഷണി, ചീത്ത പറയാ, നാവിട്ടടിക്ക, നെഞ്ഞത്തടിക്ക, ചെയ്ത്താമ്പൂക്ക് കളക, ഇതൊന്നും അവിടെ ഉണ്ടാവില്ല. ഇതൊക്കെ ഇവിടെയാണ്. അല്ലാഹു തആല നമ്മളെല്ലാരെയും ഈ ക്ലാസ് ഉണ്ടെങ്കിൽ അവിടെ എത്തിക്കട്ടെ. ഇത് കാരണം ഇപ്പൊ നിങ്ങൾ വെറുതെ വരില്ലല്ലോ. ബശരിൽ മശാഇന ഇലൽ മസാജിദ്, പള്ളിയിലേക്ക് വരുന്ന ആൾക്കാരോട് സന്തോഷവിവരം അറിയിച്ചോ എന്ന് അള്ളാഹു പറഞ്ഞതായി മുഹമ്മദ് മുസ്തഫ. അതന്നെ സുബഹി സമയത്ത് വരില്ലേ, ഏതെങ്കിലുമൊക്കെ അമലിൽ കൊളുത്തിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെയാണ് പോകാൻ പറ്റുക. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഇത് അതിന് കാരണമാക്കി തട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. സംശയം എന്താ? ഹിസ്ബ ഖുർആനല്ല, അത് അര ജുസ് എന്നല്ലേ? അതാണോ? 4 ജുസ്, അര ജുസ്, അതാ അല്ലേ? അതന്നെ 4 ജുസ് ആകുമ്പോ, അര ജുസ് ആകുമ്പോ അങ്ങനെ ഒരടയാളം ഇടും. ജുസ് എന്ന് പറഞ്ഞാല് 30 ജുസ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരു ക്ലാസ് ഇൻഷാ അല്ലാഹ് നമുക്ക് വേണമെങ്കിൽ നാളെ തന്നെ എടുക്കാം. ഹിസ്ബ്, ജുസ്, ഹിഫ്ള് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം വിശാലമായി പറയേണ്ടതാ. ഇൻഷാ അല്ലാഹ് നാളെ വെള്ളിയാഴ്ച പതിവായിട്ട് വെള്ളിയാഴ്ച പറയണതാണ് പറയാറുള്ളത്. ഇൻഷാ അല്ലാഹ് നാളെ മറ്റന്നാളോ ഇൻഷാ അല്ലാഹ് അതിനെ കുറിച്ചൊരു ക്ലാസ് ഞാനോ അല്ലെങ്കിൽ മൂപ്പരോ ആരെങ്കിലും എടുക്കും. ഇൻഷാ അല്ലാഹ് ട്ടാ. ഇൻഷാ അല്ലാഹ്. അതിങ്ങനെ ഖുർആനിലെ സൈഡിലിട്ട കുറെ അടയാളങ്ങളുണ്ട്. 1, 2 ഒന്നല്ല, ഏകദേശം 10-20 അടയാളങ്ങളുണ്ട്. അത് വിശാലായിട്ട് പറയാം ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. اللهم انصر أمة سيدنا محمد ورحمة سيدنا محمد. تجاوز عن أمة سيدنا محمد. اجعلنا من خيار أمته ومن محبيه يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. واغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولمن دفنوا حوالينا. اللهم بارك لنا في البر والبحر. اللهم سلمنا من آفات الدارين وارزقنا سعادات الدارين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم.